അപ്പോൾ ഇന്നലെ ഉണ്ടായതാണ് നമ്മൾക്ക് ഇന്നലെ ഉണ്ടായ ഒരു വാർത്തയാണ് ഈ ദേശാഭിമാനിയെ സംബന്ധിച്ച്. സൺഡേ സപ്ലിമെന്റ് മണ്ടയിലാണ് ഇറക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ദേശാഭിമാനി ദിനപത്രം പ്രസിദ്ധീകരിക്കാതെ ഒഴിവാക്കിയ കള്ളൻ വിജയൻ എന്ന ലേഖനം ഫേസ്ബുക്കിൽ. ലേഖകനായ TC രാജേഷ് തന്നെയാണ് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള ഈ ലേഖനം പങ്കുവച്ചത്. പത്രത്തിൽ അത്തരമൊരു ലേഖനം വന്നിട്ടില്ല എന്ന് M സ്വരാജ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അവകാശപ്പെടുന്നതിനിടെയാണ് ലേഖനം ഇപ്പോൾ ഫേസ്ബുക്കിൽ പുറത്തു വരുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ കള്ളൻ വിജയൻ എന്നുള്ള ലേഖനം എന്തായാലും കൂടുതൽ വായിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ അത് വന്നിരുന്നെങ്കിൽ ഇത്രയധികം അതിനൊരു പബ്ലിസിറ്റി കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. ഇത് വിവാദമായി. ഈ എഴുതിയ ആൾ ശ്രദ്ധിക്കപ്പെടുന്നു, ഫേസ്ബുക്കിൽ ഇത് വന്നിരിക്കുന്നു, അതിൽ കൂടുതൽ ആളുകൾ ഇത് വായിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും M സ്വരാജ് അടക്കമുള്ളവർ പറഞ്ഞത് അങ്ങനെ ഒരു ലേഖനത്തെ പറ്റി അറിയില്ല എന്നൊക്കെയാണ്. പക്ഷേ ലേഖകൻ തന്നെ ഇത് ദേശാഭിമാനിയിൽ വരാത്ത ലേഖനം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇടുകയാണ്. അപ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ പ്രശാന്തേ? ഗുഡ് മോർണിംഗ് വിനോദ്, ആതിര. ദേശാഭിമാനിയുടെ സൺഡേ സപ്ലിമെൻ്റ് കഴിഞ്ഞ ദിവസം ഇറങ്ങാതിരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, അതായത് VSൻ്റെ അനുസ്മരണമുള്ള ആ സൺഡേ സപ്ലിമെൻ്റ് ഒഴിവാക്കിയത് ഒരു ലേഖനമായിരുന്നു, കള്ളൻ വിജയൻ എന്ന പേരുണ്ടായ ലേഖനം. അത് എഡിറ്റോറിയൽ ദേശാഭിമാനിയുടെ തന്നെ എഡിറ്റോറിയലിനുള്ളിൽ തർക്കങ്ങളുണ്ടാകുകയും തുടർന്നാണ് ഈ തലക്കെട്ടോടുകൂടി സപ്ലിമെൻ്റ് പ്രസിദ്ധീകരിക്കേണ്ട എന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇത് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിലാണ് ഇത്തരത്തിലൊരു സാങ്കേതിക തകരാറാണ് ലേഖനം ഇത്തരത്തിൽ സപ്ലിമെൻ്റ് പിൻവലിച്ചതിന് കാരണം എന്നൊക്കെയായിരുന്നു ദേശാഭിമാനിയുടെയും അതോടൊപ്പം തന്നെ CPM നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം. എന്നാൽ അതല്ല, ഈ ലേഖനം തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് ലേഖകൻ തന്നെ ആ ലേഖനം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടു കൂടി തന്നെയാണ് ആ ലേഖനം TC രാജേഷ് എന്ന ലേഖകൻ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തൻ്റെ സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിൽ കൂടിയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ പുല്ലാമ്പാറയിലുള്ള ഒരു നാടക ഗ്രാമവും അവിടുത്തെ നാടകാചാര്യനെയും കുറിച്ചുള്ള ലേഖനമായിരുന്നു കള്ളൻ വിജയൻ എന്ന പേരിൽ എഴുതിയത്. ആ നാടക ഗ്രാമം, അതായത് ഈ കള്ളൻ വിജയൻ എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് വന്നത്. അതിൽ ഈ കള്ളൻ വിജയൻ എന്ന അഡ്രസ്സിൽ ലെറ്റർ അയച്ചാൽ പോലും വിജയന് കിട്ടുമെന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളടക്കമെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ലേഖനം പറയുന്നത്. ഈ നാടക കലാകാരനെക്കുറിച്ചും നാടക ഗ്രാമത്തെക്കുറിച്ചും വലിയ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിളായിരുന്നു പ്രസിദ്ധീകരിക്കാനിരുന്നത്. അതിൻ്റെ തലക്കെട്ടായിരുന്നു CPM നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ഈ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ടീമിനും ഇത്തരത്തിൽ തലവേദനയായി മാറിയത്. കാരണം അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് ഉണ്ടാകാവുന്ന പൊല്ലപ്പ്, പ്രത്യേകിച്ച് പിണറായി വിജയൻ അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ മറ്റ് സംഘങ്ങൾ, ഇവരെല്ലാവരും ഇടപെടാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള മുൻകൂട്ടി കണക്ക് കൂട്ടൽ കൊണ്ടാണ് ആ ലേഖനം പിൻവലിക്കുന്ന നിലയിലേക്ക്, മാത്രമല്ല സൺഡേ സപ്ലിമെൻ്റ് തന്നെ പിൻവലിക്കുന്ന നിലയിലേക്കൊക്കെ എത്തിയത്. ഇതിലായിരുന്നു ആദ്യം പറഞ്ഞത് ഈ അച്ചടിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണങ്ങളാണ് ഈ ലേഖനം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സപ്ലിമെൻ്റ് പിൻവലിക്കാൻ കാരണമെന്ന്. അത് M സ്വരാജ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, CPM നേതാക്കൾ അവരുടെ എല്ലാം പ്രതികരണം എടുക്കുമ്പോൾ അവരെല്ലാവരും ഇതാണ് പറയുന്നത്. എന്നാൽ അതല്ല, ഈ ലേഖനം തന്നെയാണ് കാരണം. CPM-നെ ആയാലും ശരി, ദേശാഭിമാനി എഡിറ്റോറിയൽ ടീമിനെ ആയാലും ശരി, ഇവരെല്ലാം ചൊടിപ്പിച്ചതിൻ്റെ കാരണം ഈ ലേഖനം തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ആ ലേഖകൻ തന്നെ ഫേസ്ബുക്കിലൂടെ ഇതേ തലക്കെട്ട് തന്നെ, കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. പ്രതികരിക്കണമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ തനിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നിലവിൽ സാധിക്കില്ല എന്ന് നമ്മളോട് ജനം TV അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPM നേതാക്കളുടെയും ദേശാഭിമാനിയുടെയും എല്ലാം അവകാശവാദങ്ങൾ പൊളിയുകയാണ്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് തന്നെയായിരുന്നു ദേശാഭിമാനിക്ക് പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സമുന്നതനായിട്ടുള്ള നേതാവ് VS അച്യുതാനന്ദൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയിട്ടുള്ള ഇത്തരത്തിൽ സൺഡേ സപ്ലിമെൻ്റ് പിൻവലിക്കാനൊരു കാരണമായിട്ട് മാറിയതും. ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിക്കാതെ പോയ ലേഖനമാണ് ഫേസ്ബുക്കിലൂടെ ലേഖകൻ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതെ, നേരത്തെ വിനോദേട്ടൻ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ഈ ലേഖനം വന്ന് വാരാന്ത പതിപ്പിൽ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കുമായിരുന്നില്ല. ഇതിപ്പോൾ കേരളം മുഴുവൻ ചർച്ചയായി. എന്ത് കള്ളൻ വിജയൻ